നോക്കിക്കോളൂ, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ചോദ്യം എങ്ങനെയാണ്? ദി ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 61. ഫോർത്ത് ടേം എത്രയാണ്? അപ്പൊ ഫോർത്ത് ടേം ഈക്വൽ 61. ഓക്കെ. പിന്നെ ആറ് കാര്യം പറഞ്ഞേക്കുന്നേ? സെവന്ത് ടേം 30. നോക്ക്, ഇവര് രണ്ടുപേര് പൊസിഷൻ കൊണ്ട് അടുത്തടുത്ത രണ്ടുപേരാണോ? ആണോ? അല്ല. എങ്കിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി ഈക്വൽ ടേം ഡിഫറൻസ് 61 മൈനസ് 31 ബൈ 7 മൈനസ് 4. 61 മൈനസ് അല്ലല്ലോ, 31 മൈനസ് 61 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് ഓർഡറിലാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അതേ ഓർഡറിൽ തന്നെ വേണം ഇപ്പുറത്ത് സബ്ട്രാക്ട്. 31 മൈനസ് 61 എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? 61ൽ നിന്ന് 31 കുറയ്ക്കണം. എത്ര കിട്ടും? 30. എന്നിട്ട് വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ മൈനസ് 30 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 7 മൈനസ് 4 ഈക്വൽ നെഗറ്റീവ്. ഈ 3 എന്ത് നമ്പർ? പോസിറ്റീവ്. 30 ഡിവൈഡഡ് ബൈ 3 എത്ര? 10. അപ്പൊ എന്ത് 10? മൈനസ് 10. ഈ കോമൺ ഡിഫറൻസിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇനി ആരെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? 10th ടേം. നോക്കാം, 10th ടേം ഈക്വൽ, ശ്രദ്ധിച്ചിരിക്കണം, 4ാമത്തെ ടേം ഉണ്ട്, 7ാമത്തെ ടേം ഉണ്ട്. ഇവരിൽ രണ്ടുപേരിൽ പൊസിഷൻ കൊണ്ട് അടുത്ത ടേം ആരാണ്? 10ാമത്തെ ടേമിനോട് 7th ടേം. അപ്പൊ 7th ടേം 7ന് മുമ്പുള്ള ആളാണോ 7ന് ശേഷമുള്ള ആളാണോ? 10th ടേം ശേഷം. മുമ്പോ 7th കഴിഞ്ഞിട്ടുള്ള ടേമാണ് 10th ടേം. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ? പ്ലസ് ചെയ്യണം. ആരെ? കോമൺ ഡിഫറൻസിനെ. എത്ര പ്രാവശ്യം? 7ൽ നിന്ന് 10ലേക്ക് എത്തണമെങ്കിൽ 3 പ്രാവശ്യം. അപ്പൊ 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇതിന് മോന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഈക്വൽ 7th ടേം എത്രയാണ്? 31. 31 പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് മൈനസ് 10 ഈക്വൽ 31 പ്ലസ് 3 ഇൻറ്റു മൈനസ് 10 മൈനസ് 30. 31നോട് കൂടി മൈനസ് 30 ആഡ് ചെയ്യണം. രണ്ടുപേരും വ്യത്യസ്ത ചിഹ്നം ഉള്ളവരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 31ൽ നിന്ന് 30 കുറച്ചാൽ 1. വലുതിന്റെ ചിഹ്നം, വലുതിന്റെ മൈനസോ പ്ലസ്. അപ്പൊ എത്രയാണ് 10th ടേം? 1. പ്രീറ്റ് ചെയ്തതിന് മോനെ. ഇനി ആരെയാ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് തേർഡ് ടൈമോ? വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം. അപ്പൊ രണ്ടാമത്തേത് ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ടൈം എത്ര ആണെന്നാണ് ചോദ്യം. ഇപ്പൊ നിലവിലുള്ളവരെ നോക്കിക്കേ. 4th ടൈം ഉണ്ട്, 7th ടൈം ഉണ്ട്, 10th ടൈം ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ടൈമിനോട് അടുത്ത് നിൽക്കുന്ന ആളാരാ? 4th ടൈം. അപ്പൊ 4th ടൈമിന് മുമ്പുള്ള ആളാണോ 4th ടൈമിന് ശേഷമുള്ള ആളാണോ ഫസ്റ്റ് ടൈം? മുമ്പുള്ള ആളെ കണ്ടുപിടിക്കണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എവിടെയാണോ സബ്ട്രാക്ട് ചെയ്യുന്നത്? 4th ടേം മൈനസ് എത്ര പ്രാവശ്യം? 4th ഫസ്റ്റും 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 4th ടേം എത്രയായിരുന്നു? 61 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് മൈനസ്. അപ്പൊ 61 മൈനസ് 3 ഇൻറ്റു മൈനസ് 10 ഈക്വൽ 61 പ്ലസ് 30. 61 പ്ലസ് 30 90. അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടിയില്ലേ 91 എന്ന്. ഓക്കെ. ഇനി ബുക്ക് തുറന്നു നോക്കുക.
ഉത്തരം ശരിയാണെങ്കിൽ ശരിയിടുക, ഡൗട്ട് ഉള്ളവര് എഴുതിയെടുക്കാം. നോക്കിക്കോളൂ. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ. The fifth term of an arithmetic sequence is 10. സാന്ദ്രയ്ക്കുള്ള കത്തുന്നുണ്ടോ? ചെറുതായിട്ട് പേടിക്കണ്ട. ഫിഫ്ത്ത് ടേം എത്രയാണ്? ബുക്ക് അടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഫിഫ്ത്ത് ടേം എത്രയാണ്? ഫിഫ്ത്ത് ടേം 10. അടുത്തത് 10th ടേം എത്രയാണ്? 5. അപ്പൊ ഈ സീക്വൻസിന്റെ പ്രത്യേകത ഉണ്ടോ നിങ്ങൾ? അഞ്ചാമത്തെ ആള് 10ഉം 10ാമത്തെ ആള് ഒരു പ്രത്യേകത, സംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരുവാണോ കൂടി കൂടി പോവാണോ? 10ാമത്തെ ടേം 5, അല്ല 5ാമത്തെ ടേം 10, 10ാമത്തെ ടേം 5. അപ്പൊ ടേം കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് നമ്പർ ആയിരിക്കും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഞാൻ ആരോട് പറയരുത്, ഒരു ബിസിനസ് സീക്രട്ട് പറഞ്ഞു. 5ാമത്തെ ടേം 10ഉം 10ാമത്തെ ടേം 5ഉം. അങ്ങനെ ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും -1 ആയിരിക്കും. മനസ്സിലായില്ല? ഒന്നുകൂടെ. 5ാമത്തെ ടേം 10ഉം 10ാമത്തെ ടേം 5ഉം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും. 7ാമത്തെ ടേം 14ഉം 14ാമത്തെ ടേം 7ഉം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് -1 ആയിരിക്കും. 5ാമത്തെ ടേം 15ഉം 15ാമത്തെ ടേം 5ഉം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് -1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറഞ്ഞാൽ എന്ത് ടേം എമ്മോ എന്ത് ടേം എന്നും ആണെങ്കിൽ, എന്ത് ടേം എമ്മും എന്ത് ടേം എന്നും, മൊത്തത്തിൽ ഒരു കസേര കളിയാ. നോക്കിക്കേ, എന്ത് ടേം എം എന്ത് ടേം എൻ. അങ്ങനാണെങ്കിൽ അത്തരം കണക്കിൽ കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും എത്ര ആയിരിക്കും? -1 ആയിരിക്കും. കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും എത്ര ആയിരിക്കും? കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും എത്ര ആയിരിക്കും? ഓർത്ത് വെച്ചോണം. അപ്പൊ ചെയ്തു വരുമ്പോ കോമൺ ഡിഫറൻസ് വേറെ വല്ല നമ്പറാണ് കിട്ടിയതെങ്കിൽ വഴി പരച്ചെന്ന് വിചാരിച്ചാൽ മതി. മോശം അർത്ഥത്തിൽ പറഞ്ഞല്ല, ചെയ്തു വന്ന സ്റ്റെപ്പ് എവിടെയോ തെറ്റിയിട്ടുണ്ട്, നമ്മൾ അടിയന്തരമായി ഇടപെട്ട് പോവാന്ന്. അല്ല, എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. പറഞ്ഞാട്ടെ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പറഞ്ഞാട്ടെ. D is equal to പറവളരെ 5 - 10 ഡിവൈഡഡ് ബൈ, അപ്പോ D ഈക്വൽ 5 - 10 -1 മൈനസ് ഡിവൈഡഡ് ബൈ 10 - 5. D ഈക്വൽ ആദ്യം 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1. ന്യൂമറേറ്ററിലെ 5 വിഭാസെ നെഗറ്റീവ് നമ്പർ, ഡിനോമിനേറ്ററിലെ 5 പോസിറ്റീവ് നമ്പർ, എങ്കിൽ ആൻസറിന്റെ സൈൻ നെഗറ്റീവ്. അപ്പൊ ആരെ കിട്ടി? കോമൺ ഡിഫറൻസ്. ഇതാണോ ഞാൻ മുമ്പേ പറഞ്ഞത്? ഇതാണോ ഞാൻ മുമ്പേ പറഞ്ഞ ഷോർട്ട് കട്ട്? അപ്പൊ കോമൺ ഡിഫറൻസ് ഈക്വൽ D ഈക്വൽ എത്രയാണ്? -1. ഇനി ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം 15th ടേം നോക്കാം. 15th ടേം 15ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീക്കു. 5ാമത്തെ ടേം ഉണ്ട്, 10ാമത്തെ ടേം ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് 15ാമത്തെ ടേമാണ്. അപ്പൊ എവിടുന്ന് ആരംഭിക്കണം? 10ാമത്തെ ടേം. പറഞ്ഞാട്ടെ. 10th ടേം പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. 10ൽ നിന്ന് 15ലോട്ടാണ് എത്തേണ്ടത്. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം 5. 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5 ഇൻറ്റു അപ്പോ 10th ടേം എത്രയാണ്? 5. 5 പ്ലസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് -1. അപ്പോൾ 5 പ്ലസ് 5 ഇൻറ്റു -1 -5. 5ഉം -5ഉം കൂടെ ആഡ് ചെയ്താൽ 0. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 15ാമത്തെ ടേം എത്രയാണ്? 0. ഡൗട്ട് ഉള്ളവരെല്ലാം ഡൗട്ട് മാറിയോ? യദുവിന്റെയും സാറിന്റെ ഡൗട്ട് മാറിയോ? ഇനി ആരെയാ കണ്ടുപിടിക്കേണ്ടത്? 25th ടേം. നോക്കിക്കോളൂ.
25th ടേം. നിലവിലുള്ള ടേമുകളെയൊക്കെ നോക്കിക്കേ, ആരൊക്കെ കയ്യിലുണ്ട്? 5ാമത്തെ ടേമുണ്ട്, 10ാമത്തെ ടേമുണ്ട്, 15ാമത്തെ ടേമുണ്ട്. നമുക്ക് എവിടോട്ടാ പോകണ്ടേ? അപ്പൊ എവിടുന്ന് തുടങ്ങാം? 15ാമത്തെ ടേമിന് പറഞ്ഞാട്ടെ. അതിവിടുന്ന് തന്നെ തുടങ്ങണം നിർബന്ധമൊന്നുമില്ല. ഇതിൽ ഏതിൽ നിന്ന് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരേ ആൻസർ തന്നെ കിട്ടത്തുള്ളൂ. അപ്പൊ പറഞ്ഞാട്ടെ. 15th ടേം. 15 കഴിഞ്ഞിട്ടുള്ള ആളല്ലേ 25. അപ്പൊ പ്ലസോ മൈനസോ? പ്ലസ്. എത്ര പ്രാവശ്യം? 15ൽ നിന്ന് 25ലോട്ട് എത്തണമെങ്കിൽ 10 പ്രാവശ്യം. 10 into കോമൺ ഡിഫറൻസ്. അപ്പൊ 15th ടൈം എത്ര? 0 plus 10 into കോമൺ ഡിഫറൻസ് -1. അപ്പൊ 0 എഴുതേണ്ട കാര്യമില്ലല്ലോ. 10 into -1 -10. അപ്പൊ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 25th ടൈം എത്രയാണ്? -10. ബുക്ക് തുറന്നിട്ട് ഉത്തരം ശരിയാണോ നോക്കുക. ഡൗട്ട് ഉള്ളവർ എഴുതിയെടുക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം എന്ന് വായിച്ചാട്ടെ. നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നേക്കും. ഏതാണ് അരിത്തമെറ്റിക് സീക്വൻസ്? 19, 28, 37 എക്സെട്ര. ഇങ്ങനെ പോകുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ആര് ഒരു ടേം ആണോ എന്നാണ് ചോദ്യം. 1000 ഒരു ടേം ആണോ എന്നാണ് ചോദ്യം. 1000 ഒരു എന്നുവെച്ചാൽ ഇങ്ങനെ എഴുതി 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 വരുമ്പോ എവിടെയെങ്കിലും വെച്ച് 1000നെ 1000നെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് സമയമാണെങ്കിൽ 7:50 ആവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി 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 1000ന്റെ അടുക്ക വരെ എത്തുന്നുണ്ടോ എന്ന് നോക്കാം. അതിപ്പം എളുപ്പം നടക്കുന്ന പരിപാടിയല്ല. ഇവിടെ 27 വരെ എത്തിയതേ ഉള്ളൂ. ഇപ്പൊ 2 ഡിജിറ്റ് ആയിട്ടേ ഉള്ളൂ. പിന്നെ 3 ഡിജിറ്റ് കിടക്കണം. അത് കഴിഞ്ഞിട്ട് വേണം 4 ഡിജിറ്റ് ആയ 1000ലേക്ക് വരാനായിട്ട്. അത് നടക്കുന്ന പരിപാടി. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന പരിപാടി, നിങ്ങൾ ഈ കെമിസ്ട്രിയിൽ ലിറ്റ്മസ് പേപ്പർ എന്നൊരു സാധനം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ? നിങ്ങൾ സാധനം കേട്ടിട്ടില്ലേ ലിറ്റ്മസ് പേപ്പർ? എന്തോ ലിറ്റ്മസ് പേപ്പറിന്റെ ഉപയോഗം? ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ് ലിറ്റ്മസ് പേപ്പർ. ലൈക്കൺ എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിനെ ലിറ്റ്മസ് പേപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലിറ്റ്മസ് പേപ്പർ ഒരു വസ്തു ആസിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, അല്ലേ? ആൽക്കലി ആണെങ്കിലും റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും. ഇതുപോലെ നമുക്കൊരു ലിറ്റ്മസ് പേപ്പർ വേണം. എന്തോ വേണം? ആ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ്. ആരാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ നിങ്ങൾ? 28 മൈനസ് 19 എത്രയാണ്? 9. 30 കോമൺ ഡിഫറൻസ്. അപ്പൊ ഈ കോമൺ ഡിഫറൻസ് ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? ആര്? ലിറ്റ്മസ് പേപ്പർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ 1000 ടേം ആണോ ടേം അല്ലയോ എന്ന് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കും. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു പരിപാടിയാണ്. ഞാൻ ആദ്യം ഇതിലെ ഫസ്റ്റ് ടേമായ 19നെ ഈ ലിറ്റ്മസ് പേപ്പറായ 9 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. പറഞ്ഞാട്ടെ. 9 2s are 18. റിമൈൻഡർ 1. രണ്ടാമത്തെ ടേം എത്രയാണ്? 20. ഈ 28നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 9 കൊണ്ട്. പറഞ്ഞാട്ടെ. 9 3s are 27. റിമൈൻഡർ 1. അടുത്ത പറഞ്ഞാട്ടെ. 37നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 4s are 36. റിമൈൻഡർ. ഈ 3 പേരെ ഡിവൈഡ് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത കാണാൻ സാധിക്കുന്നുണ്ടോ? സാധാരണ നമ്മളെപ്പോഴും കോഷ്യന്റിനാ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ആർക്കാ പ്രാധാന്യം കൊടുക്കുന്നത്? റിമൈൻഡർ. ഈ ഓരോ ടേമുകളെയും കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. റിമൈൻഡർ എന്ത് കിട്ടി? അങ്ങനാണെങ്കിൽ റോഷ്നി 1000 ഇതിലെ ടേം ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അതുകൊള്ളു.
ആ 1000-നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കാം, 1-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത നമ്പരോട് എടുത്തു. എത്ര? 10. 10-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ആദിത്യ, പറ്റും. അപ്പൊ നമ്മൾ അവിടെ ഒരു കോമ ഇടണം. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 1 9s are റിമൈൻഡർ 1. അടുത്ത നമ്പർ ഇതാത്തിറക്കി 0. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 1 9s are 9, റിമൈൻഡർ 1. അടുത്ത നമ്പർ ഇതാത്തിറക്കി 0. 1 9s are 9, റിമൈൻഡർ. ഡിവിഷൻ കഴിഞ്ഞില്ലേ? റിമൈൻഡർ എത്ര കിട്ടി? 1. അപ്പൊ കൺക്ലൂഷൻ പറയൂ. 1000 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആരാണ്? ഒരു ടേമാണ്. എങ്ങനെ നമ്മൾ ഉറപ്പിച്ചത്? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഓരോ ടേമുകളെയും കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നേരത്തെ റിമൈൻഡർ എത്ര കിട്ടിയത്? അതേ റിമൈൻഡർ തന്നെയാണ് 1000-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? 1000 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആരാണ്? ഈ 1-ന് പകരം മറ്റേതെങ്കിലും നമ്പരാണ് റിമൈൻഡറായി കിട്ടിയതെങ്കിൽ നമ്മൾ എന്തോ പറഞ്ഞേനെ? 1000 ഇതിനകത്തിലെ ടേം അല്ല എന്ന് പറഞ്ഞേനെ. കാര്യം ഇവിടെ കിട്ടിയോ? സംഗതി ഇവിടെ കിട്ടിയോ? ബോർഡ് കിടക്കുന്നവർ എഴുതിയാട്ടെ. വേണ്ടേ? ഈ 3 പേരെ ഡിവൈഡ് ചെയ്ത സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒന്ന് നിർത്തണം. അവിടെ ഒരു കാര്യം എഴുതാനുണ്ട്. എഴുതിയിട്ട് നമുക്ക് 1000 ഡിവിഷനിലോട്ട് പോവാം. അപ്പൊ ആ വരയിട്ടതിന്റെ അവിടെ എഴുതേണ്ടുന്ന സ്റ്റെപ്പ് വെൻ, WHEN, വെൻ ഈച്ച് ടേം ഓഫ് this arithmetic sequence is divided by 9 ബ്രാക്കറ്റിൽ എഴുതണം. 9 എന്ന് എഴുതിയതിന്റെ ബ്രാക്കറ്റിൽ എഴുതണം. 9 ആരായിരുന്നു? കോമൺ ഡിഫറൻസ്. 9 എന്ന് എഴുതിയതിന്റെ ബ്രാക്കറ്റിൽ കോമൺ ഡിഫറൻസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. we get 1 as ഏത് വണ്ണ നമ്മുടെ റിമൈൻഡർ ആയിട്ട് കിട്ടിയ we get 1 as 1 as. ഇനി നിങ്ങൾ ഏത് സ്റ്റെപ്പ് എഴുതണം? 1000-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പ് എഴുതുക. എഴുതിയട്ടെ. ഇത്ര കഴിഞ്ഞതിന് ശേഷം എഴുതണം വിച്ച് ഇംപ്ലൈസ് 1000 ഈസ് എ മിണ്ടുന്നില്ല ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. 1000 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. എഴുതിയോ? അപ്പൊ അടുത്ത വരിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 1000 in this arithmetic sequence? What is the position of 1000 in this arithmetic sequence? What is the position of 1000 in this arithmetic? ഇപ്പൊ ചോദ്യം ഇതാണ്. ഇപ്പൊ 1000 ടേം ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ 1000 എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേം ആണ്? അതിന്റെ എളുപ്പമാർഗമുണ്ട്. ഈ 1000-ൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, ഫസ്റ്റ് ടേം എത്രയായിരുന്നു? അതൊന്ന് സബ്ട്രാക്ട് ചെയ്യുക. എഴുതിയാട്ടെ. 1000 മൈനസ് 90. പറഞ്ഞാട്ടെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യണം? 0-ന് 9 കുറയ്ക്കാൻ പറ്റുമോ? ഇവിടുന്ന് എങ്ങും കടമെടുക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് കടമെടുക്കാൻ പറ്റൂ.
അപ്പൊ ഇവിടെ വരുമ്പോ 10 ആകും. അപ്പൊ ഇത് 9 ആയി. ആണോ? ഇത് 9 ആയി. ഇത് 10 ആയി. 10ൽ നിന്ന് 9 കുറച്ചാൽ 1. 9ൽ നിന്ന് 1 കുറച്ചാൽ 8. പിന്നെ എത്ര ഉണ്ട്? ഇപ്പൊ എത്ര കിട്ടി? അല്ല, സോറി, ഒരു സെക്കൻഡ്. പറ്റണ്ട, അത് കറക്റ്റ് ആണ്. പറഞ്ഞ സ്റ്റെപ്പ് എന്തായിരുന്നു? 1000 മൈനസ് 19. 19. എത്ര കിട്ടി? 981. 981. ഈ 981നെ നമ്മൾ കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ എഴുതിയാട്ടെ, 981 ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ 9. 981 ഡിവൈഡഡ് ബൈ 9. പറഞ്ഞാട്ടെ, 9 സബ്ട്രാക്ട് ചെയ്താൽ 0. അടുത്ത നമ്പർ ഇത്രയ്ക്ക് എത്ര? 8. 8നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? 0. എന്നിട്ട് അടുത്ത നമ്പർ ഇവിടെ താത്തിറക്കണം. അപ്പൊ എത്രയായി? 81. എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 9 9 സാർ റിമൈൻഡർ എത്ര കിട്ടി? അപ്പൊ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ആൻസർ ആദ്യം 1000 ടേം ആണെന്ന് മനസ്സിലായി. ഇനി എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം 1000ൽ നിന്ന് ഫസ്റ്റ് ടേമായ ആരെ കുറച്ചു? 90നെ കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 981 കിട്ടി. ആ 981നെ കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടി ആൻസർ? 100. അപ്പൊ അടുത്ത വരിൽ എഴുതുക, പൊസിഷൻ ഓഫ് 1000 ഈക്വൽ വേണ്ട ഈ കിട്ടിയ കോഷ്യന്റ് കണ്ടോ? എത്ര അത്? 100. അതിനോട് കൂടി ഒന്നും കൂടി ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 100. ചിലർക്ക് മൊത്തത്തിലൊരു പുക പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ചെയ്തു വന്നപ്പോ നമുക്ക് എന്താ മനസ്സിലായി? 1000 ഇതിനകത്തില് ടേമാണ് മനസ്സിലായി. അപ്പൊ എന്തോ അടുത്ത ചോദ്യം, അത് എത്രാമത്തെ ടേമാണ്? എന്തോ ആദ്യം ചെയ്ത പരിപാടി, ആ 1000ൽ നിന്ന് ഫസ്റ്റ് ടേമായ 19 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 981 കിട്ടി. ആ 981നെ കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്കൊരു കോഷ്യന്റ് കിട്ടി. എത്രയാണ്? 109. അതിനോട് കൂടി എന്തുകൂടെ ആഡ് ചെയ്താൽ മതി? ഇതിന്റെ പിറകിലുള്ള ഒരു സീക്രട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത് എത്രാമത്തെ ടേം ആണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിന് ഈ പഴയ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, n ഈക്വൽ xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. നോക്കാം, പേടിക്കണം. ഈ xn എന്ന് വെച്ചാൽ നമ്മൾ 1000 ഉണ്ടല്ലോ, അയാൾ അവസാനത്തെ ആളാന്ന് വിചാരിക്കാം. എവിടുത്തെ? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ അവസാനത്തെ ആളാണ് ആരെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പഴയ പുസ്തകത്തിലൊരു കാര്യം പറയുന്നത്. അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെന്ത് കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയെന്ന്. ഇതെന്ത് വരും? എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേം എന്നാണ്. എന്താണ്? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ മൊത്തം എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ചെറിയ ടെക്നിക്കാണ്. അപ്പൊ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെ തുടങ്ങി എവിടം വരെയാണെന്ന് വിചാരിക്കുക? 1000 വരെയാണെന്ന് വിചാരിക്കാം.
ഇത്രയും കൊണ്ട് നമ്മൾ നിർത്തി. എങ്കിൽ ഇത് മൊത്തം എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവാം. നമ്മൾ ചെയ്ത പരിപാടി 1000-ൽ നിന്ന് ഈ x എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആള് മൈനസ് x1 അടുത്തയാൾ എത്ര ബൈ ഡി എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് പ്ലസ് ഇതാണോ അവിടെ ചെയ്തേക്കാൻ നോക്കിയെങ്കിൽ 1000-ൽ നിന്ന് ഫസ്റ്റ് ടേമായ 19 കുറച്ചു. എത്ര കിട്ടി? 980. ആ 981-നെ കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. കിട്ടിയ കോഷ്യന്റിനോട് കൂടി 1 ആഡ് ചെയ്തു. ഇപ്പൊ ഐഡിയ എവിടെ കിട്ടിയോ? ഈ ഇതിന്റെ പിന്നിലുള്ള ഐഡിയ എന്തോ? n ഈക്വൽ xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. അവസാനത്തെ ആളിൽ നിന്ന് ആദ്യത്തെ ആളിനെ കുറയ്ക്കുക, കിട്ടുന്ന ഉത്തരത്തിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രയും ചെയ്ത് കിട്ടുന്നതിനോടുകൂടി എത്ര കൂട്ടുക? 1 കൂട്ടുക. അതിന്റെ ഐഡിയ എവിടെ കിട്ടിയല്ലോ? എങ്ങനെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്? ആരുടെ പൊസിഷൻ ആണോ കണ്ടുപിടിക്കുന്നത് അയാളിൽ നിന്ന് ഫസ്റ്റ് ടേമിനെ കുറയ്ക്കാം. ആ കുറച്ച് കിട്ടുന്ന ഉത്തരത്തിനെ കോമൺ, ഇവിടെ ഇപ്പൊ 9 ആണെന്നുള്ളൂ, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോ കിട്ടുന്ന കോഷ്യന്റിനോട് കൂടി കോമൺ അല്ല, ആ കോഷ്യന്റിനോട് കൂടി എത്ര ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യുക. 8. അപ്പൊ ഇത്രയും കാര്യം എഴുതിയായിരുന്നോ? ഈ ഡിവിഷൻ ഇവിടെ വരെ എഴുതിയായിരുന്നോ? ഇപ്പൊ എന്ത് എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് വായിച്ച്. പൊസിഷൻ ഓഫ് 1000 ഈക്വൽ 110 എന്ന് വെച്ചാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 110ാമത്തെ ടേം ആണ് ആരെന്ന് പറയുന്നത്? 1000. ഞാൻ വേറെ വഴിയോട് പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ ടേമായ 19-നെ കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കോഷ്യന്റ് എത്ര കിട്ടി? 2. രണ്ടാമത്തെ ടേമായ 28-നെ കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കോഷ്യന്റ് എത്ര കിട്ടി? മൂന്നാമത്തെ ടേമായ 37-നെ കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കോഷ്യന്റ് എത്ര വന്നു? കോഷ്യന്റും പൊസിഷനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോ 2, സെക്കൻഡ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോ 3, തേർഡ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോ 4. എന്തോ ബന്ധം? പൊസിഷനേക്കാൾ 1 കൂടുതലാണ് കോഷ്യന്റ് ആയിട്ട് വന്നേക്കുന്നത്. പൊസിഷനേക്കാൾ 1 കൂടുതലാണ് ആരായിട്ട് വന്നേക്കുന്നത്? അപ്പൊ അങ്ങനാണെങ്കിൽ 1000-നെ ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയ നമ്പർ എത്ര? 111. അതിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 1 കുറച്ചാൽ ഇതേ ആൻസർ തന്നെ കിട്ടത്തില്ലേ സംഗതി? ഓക്കെ. വാട്ട് അബൌട്ട് 10,000? വാട്ട് അബൌട്ട് 10,000-നെ കുറിച്ച് എന്ത് പറയുന്നു എന്നല്ല ചോദ്യം. പിന്നെന്തോ അർത്ഥം? ഈ പറഞ്ഞതുപോലെ 10,000 10,000 ഇതിനകത്തിൽ ഒരു ടേം ആണോ എന്ന് ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം. ഇങ്ങനെ മാർഗം പറഞ്ഞോട്ടെ. 10,000-നെ 10,000-നെ കോമൺ ഡിഫറൻസ് ആയ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്റെ കൂടെ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യണം. എഴുതിയാട്ടെ. 10,000 ഡിവൈഡഡ് ബൈ 9. 1-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത നമ്പർ 10 പറ്റുമല്ലോ. കോമ ഇടുന്നു. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 1 9s are 9. സബ്ട്രാക്ട് ചെയ്താൽ കുറച്ചാൽ 1. അടുത്ത നമ്പർ ഇതാ അത്രയ്ക്ക് 0. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. പറഞ്ഞാട്ടെ. 1 9s are 9. റിമൈൻഡർ 1. അടുത്ത നമ്പർ ഇതാ അത്രയ്ക്ക് 0. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 1 9s are 9. റിമൈൻഡർ 1. അടുത്ത നമ്പർ ഇതാ അത്രയ്ക്ക് 0. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. പറഞ്ഞാട്ടെ. 1 9s are 9. സബ്ട്രാക്ട് ചെയ്തപ്പോ 1. കൺക്ലൂഷൻ പറയും.
കൺക്ലൂഷൻ പറയും. ആ പൊസിഷന് കൺക്ലൂഷൻ. ആ 10,000 ഇതിനകത്തിന് ടേം ആണോ ടേം അല്ലയോ? അപ്പൊ അടുത്ത വരിൽ വിച്ച് ഇംപ്ലൈസ് 10,000 ഈസ് എ മിണ്ടുന്നില്ല. ടേം ഓഫ് 10,000 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. 10,000 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ പദമാണോ 10,000 എന്ന് അല്ലയോ? 10,000 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ അതിന്റെ താഴെ അതിന്റെ കൂടെ തന്നെ അടുത്തൊരു ചോദ്യം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 10,000? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ്? അങ്ങനാണെങ്കിൽ 10,000ന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിനുമ്പ് പറഞ്ഞു 10,000ൽ നിന്ന് ഫസ്റ്റ് ടേമായ ആരെ സബ്ട്രാക്ട് ചെയ്യണം? അപ്പൊ എഴുതുക 10,000 മൈനസ് ഫസ്റ്റ് ടേം ആരായിരുന്നു? അപ്പൊ കടമെടുപ്പ് തുടങ്ങിയാൽ ഇവിടെ 0, 9, 9, 9, 10. 10ൽ നിന്ന് 9 കുറച്ചാൽ 1. 9ൽ നിന്ന് 1 കുറച്ചാൽ 8. അടുത്തത് 9, അടുത്തത് 9. എത്ര കിട്ടി? 900 ആണോ? 9,981. ഇംഗ്ലീഷിൽ 9,900. നീ ഇതിനെ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എഴുതിയാട്ടെ 9,981 ഡിവൈഡഡ് ബൈ 9. ഈ 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 1 9s are 9. സബ്ട്രാക്ട് ചെയ്താൽ 0. അടുത്ത നമ്പർ ഇതാത്രക്ക് 9. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 1 9s are 9. സബ്ട്രാക്ട് ചെയ്താൽ അടുത്ത നമ്പർ ഇതാത്രക്ക് 8. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? 0 ഇട്ട് കൊടുത്തു കോഷ്യന്റിൽ. അടുത്ത നമ്പർ ഇതാത്രക്ക് 81. എത്ര പ്രാവശ്യം? 9 9s are 81. ഇനി എന്തൊരു ചെയ്യുന്നു? ആ കോഷ്യന്റായി കിട്ടിയ നമ്പറിനോട് കൂടി ഒന്നുകൂടെ ആഡ് ചെയ്യണം. അപ്പൊ അടുത്ത എഴുതുക പൊസിഷൻ ഓഫ് 10,000 10,000 ഈസ് ഈക്വൽ ടു 1109 09 പ്ലസ് 1 എത്ര കിട്ടും? 11 എന്ന് വെച്ചാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 1110ാമത്തെ ടേമാണ് ആര്? 10,000. ഇനി മുമ്പത്തെ വേറെ ഐഡിയ ഞാൻ എന്താ പറഞ്ഞു തന്നത്? ആ കോഷ്യന്റായിട്ട് കിട്ടിയ ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോ 2 കിട്ടി. സെക്കൻഡ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോ 3 കിട്ടി. തേർഡ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോ 4 കിട്ടി. അങ്ങനാണെങ്കിൽ അതിനെ ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോ 2 കിട്ടി. സെക്കൻഡ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. തേർഡ് ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോ 4 കിട്ടി. അങ്ങനാണെങ്കിൽ ഈ ഡിവൈഡ് ചെയ്തതിനകത്തിൽ നിന്ന് അവിടെ നോക്കട്ടല്ല ഉത്തരം പറയുന്നത്. ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോഷ്യന്റിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോ 1111ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? ആൻസർ 1110 കിട്ടും. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി.